വേദിയിലിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള ജഡ്ജസ്, ഈ കർട്ടൻ റൈസിൻ്റെ എല്ലാവരുമായിട്ടുള്ള സതീഷ് സാർ, എല്ലാവരുടെ പേര് എനിക്കറിയില്ല, ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യരെ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇത് പറയുമായിരുന്നു, എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കണമെന്ന്. സന്തോഷത്തിൻ്റെ കാരണം വേറൊന്നുമില്ല. നേരത്തെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ സതീഷ് സാർ പറഞ്ഞു സഹൃദയം എന്താണ്, സഹൃദയത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ആക്ച്വലി ഇതെനിക്കൊരു സൗഹൃദത്തിൻ്റെ വേദിയായിട്ട്, സഹൃദയൻ്റെ വേദിയായിട്ട് ഫീൽ ചെയ്യുന്നു. അതാണ് എനിക്ക് സന്തോഷത്തിൻ്റെ കാരണം. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. കാര്യം നമ്മുടെ നാട്ടിൽ ഒരുപാട് സാഹിത്യ കലാ കൂട്ടായ്മകളുണ്ട്. അതിലൊക്കെ പണ്ടേ ചിലതിലൊക്കെ ഞാൻ അംഗമാണ്. അപ്പോൾ നമ്മുടെ ചെല്ലുമ്പോൾ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു അന്തരീക്ഷമായിരിക്കും. ചുമ്മാ കളത്തരങ്ങളായിരിക്കും ആളുകൾ തമ്മിൽ, വെറുതെ പൊങ്ങച്ചടി അതിലൊക്കെ ആയിരിക്കും. അവരുടേതായിട്ടുള്ള സെൽഫിഷായിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിലായിരിക്കും താല്പര്യം. പക്ഷെ എനിക്കിവിടെ വന്നിട്ട് തോന്നില്ല. ഞാൻ സതീഷ് സാറിൻ്റെ ഫോണിൽ വിളിച്ചു, ഈ പത്രത്തിൽ ഞാനിത് കണ്ടപ്പോൾ സാറിനെ വിളിച്ചു. സാറിന് സംസാരിച്ചപ്പോൾ തന്നെ സാറിന് കലയോടുള്ള ആത്മാർത്ഥത, നേരത്തെ സാറിനെന്ന് പറഞ്ഞതുപോലെ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ആക്ച്വലി നമ്മുടെയൊക്കെ ഒരു സാക്ഷാത്കാരമാണ്. നമ്മളെല്ലാവരും വന്നിരിക്കുന്ന അതിനാണ്. ഇവിടെ നമ്മളെ കളിയാക്കാനോ മോശക്കാരാക്കാനൊന്നും ആരുമില്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മളെന്ത് ചെയ്യുന്നു അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്കത് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയത്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജസ് വളരെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സറിഞ്ഞ് മനസ്സിൻ്റെ സ്പന്ദനത്തിനനുസരിച്ച് അതിൻ്റെ വൃത്തമില്ലാത്ത താളത്തിൽ വളരെ സൗഹൃദത്തോടുകൂടി സംസാരിച്ചു. അതും നമ്മൾ ആസ്വദിച്ചു. എന്തായാലും കർട്ടൻ റൈസിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് എനിക്കും അത് ചേർന്ന് നിൽക്കാൻ ആഗ്രഹമുണ്ട്. എൻ്റെ പേര് സുജിത്ത് എന്നാണ്. ഞാൻ കല്ലമ്പലത്താണ് താമസിക്കുന്നത്. ഞാൻ അവിടെ തേക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപകനാണ്. അപ്പോൾ ജോലിയുടെ ഇടയിൽ കിട്ടുന്ന സമയമാണ് എനിക്ക് പലപ്പോഴും ഇതിന് വിനിയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്നെ ഇതിലേക്ക് പങ്കെടുപ്പിച്ച ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് സതീഷ് സാറും ഒക്കെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എനിക്കും യഥാവിധി ഇതിൻ്റെ പങ്കാളിയാകാൻ ആഗ്രഹമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.